ഫുട്ബോളിന്റെ മിശിഹ, ലോക ഫുട്ബോളിന്റെ രാജാവ്. പച്ച പുൽമൈതാനത്ത് അദ്ദേഹം കാലുകൊണ്ട് നൃത്തമാടി. ചോരാത്ത പോരാട്ട വീര്യത്തോടെ കളിക്കളത്തിൽ പന്ത് തട്ടി. ലയണൽ മെസ്സി ഇനി പിറക്കില്ല ഇതുപോലൊരു ഇതിഹാസം എന്നുറപ്പ്. പക്ഷെ മെസ്സി എന്ന കൊച്ചു പയ്യനെ ലോകം വിളിക്കുന്ന ലയണൽ മെസ്സി എന്ന ഇതിഹാസമാക്കി മാറ്റുന്നതിന് ബാഴ്സ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. രണ്ടായിരത്തി ബാഴ്സ ജേഴ്സി ആദ്യമായി അണിഞ്ഞു. പിന്നീട് മെസ്സി വർഷങ്ങൾക്കിപ്പുറം ഒന്ന് തിരിഞ്ഞു നോക്കി. 781 മത്സരങ്ങൾ, 674 ഗോളുകൾ, 10 ലാലിഗ, 4 ചാമ്പ്യൻസ് ലീഗ്, 7 കോപ്പ ഡെൽറേ. മെസ്സിയും ബാഴ്സയും ചേർന്ന് എഴുതിത്തീർത്ത ഒരു സുവർണ കാലഘട്ടം. പക്ഷേ 2021 കോവിഡിന്റെ കാലത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ബാഴ്സയെ മുട്ടുകുത്തിക്കുന്നു. ആരും ആഗ്രഹിക്കാത്ത ഒരു പടിയിറക്കം. ഫുട്ബോൾ ആരാധകരുടെ നെഞ്ചു പിടഞ്ഞു. 16 വർഷത്തിന് ശേഷം തങ്ങളുടെ രാജാവ് ലയണൽ മെസ്സിയെ പടിയിറക്കാൻ ബാഴ്സ നിർബന്ധിതരാകുന്നു. മനസ്സില്ലാ മനസ്സോടെ, ചങ്കുപൊട്ടുന്ന വേദനയോടെ. നീലക്കടലും നീലാകാശവും സാക്ഷിയായി. പുൽക്കൊടികളുടെ നിശബ്ദതയിൽ പകിട്ടാർന്ന ബാഴ്സ കരിയറിന് മെസ്സി നന്ദി കുറിച്ചിരിക്കുന്നു. എല്ലാം അവസാനിച്ചെന്ന പ്രതീതിയിൽ ഫുട്ബോൾ ലോകം അനന്തതയിലേക്ക് കൂപ്പുകുത്തി. എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരണം എന്ന അപേക്ഷയുമായി പരകോടി ആരാധകർ കാത്തിരുന്നു. അതെ, ഒരു വട്ടം കൂടി ഇതിഹാസ താരം ലയണൽ മെസ്സിയെ ബാഴ്സ കുപ്പായത്തിൽ കാണാൻ അവർക്ക് അടങ്ങാത്ത ആഗ്രഹം. വർഷങ്ങൾ കടന്നുപോയി. ക്ലബ്ബുമായി പിരിഞ്ഞെങ്കിലും മെസ്സിയുടെ ശരീരം അമേരിക്കയിലും മനസ്സിന്നും ബാഴ്സയിലുമാണെന്ന് വിശ്വസിക്കാനാണ് ആരാധകർക്ക് ഇപ്പോഴും താല്പര്യം. ക്യാമ്പ് നൗവിലെ നിറഞ്ഞ ഗ്യാലറിക്ക് മുൻപിൽ അവസാനമായി കളി അവസാനിപ്പിച്ചാലല്ലാതെ ഇതിഹാസത്തിന്റെ കരിയർ പൂർണ്ണമാവില്ല എന്ന് അവരുടെ വിശ്വാസവും. അതുതന്നെയാണ് മെസ്സിയും ആഗ്രഹിക്കുന്നതെന്ന് പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. പക്ഷേ ആ മടക്കം അത് മാത്രം സംഭവിച്ചില്ല. കാലങ്ങൾ കടന്നുപോയി. ഇത് വർഷം 2025. ബാഴ്സയുടെ ഫുട്ബോൾ സ്റ്റേഡിയം ക്യാമ്പ് നൗ നവീകരണത്തിന്റെ തിരക്കിലാണ്. അവിടുത്തെ കാറ്റുപോലും മന്ത്രിക്കുന്നുണ്ട് മിശിഹ മടങ്ങി വരുമെന്ന്. അങ്ങനെ ഒരു ഞായറാഴ്ച നിറഞ്ഞ ഗ്യാലറിയോ നീലക്കടലോ സാക്ഷികളായില്ല. പക്ഷെ ആ പുൽക്കൊടികൾ തിരിച്ചറിഞ്ഞു. അവരുടെ രാജാവ് തിരിച്ചു വന്നിരിക്കുന്നു. ആരവങ്ങളും ആർപ്പുവിളികളുമില്ലാതെ മൈതാനത്തേക്ക് ഫുട്ബോളിന്റെ ഇതിഹാസം കാലെടുത്തു വെച്ചു. മൈതാനത്ത് ആസ്വദിച്ചു കൊണ്ട് നിൽക്കുന്ന രാത്രി ദൃശ്യം സമൂഹ മാധ്യമ പേജുകൾ വഴി പങ്കുവെച്ച് ബാഴ്സ ആരാധകർക്കായി അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: ഇന്നലെ രാത്രി എൻ്റെ ആത്മാവും ഹൃദയവും തുടിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചെത്തി. ഞാൻ വളരെയധികം സന്തോഷിച്ച, ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയാണെന്ന് 1000 തവണ എന്നെ തോന്നിപ്പിച്ച സ്ഥലം. ഒരു കളിക്കാരൻ എന്ന നിലയിൽ വിട പറയാൻ മാത്രമല്ല, ഒരു ദിവസം എനിക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേ ലിയോ, ഇത് തന്നെയാണ് പരകോടികളുടെ പ്രാർത്ഥന. നിങ്ങൾ മടങ്ങി വരൂ. ഒരു വട്ടം കൂടി ബാഴ്സയ്ക്ക് വേണ്ടി ആ കുപ്പായമണിയൂ. അലറി വിളിക്കാൻ ഒരു ഗ്യാലറി കാത്തിരിക്കുകയാണ്. മിശിഹ മടങ്ങി വരൂ.